നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 336th day. Today 26th sloka of 5th chapter. For details please see the description box. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 336 ദിവസം. ഇന്ന് 5ാമത്തെ അധ്യായത്തിലെ 26ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതീ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം മഹാത്മ്യം 5ാമത്തെ അധ്യായത്തിലെ 26ാമത്തെ ശ്ലോകം. തദോഞ്ജലോ ജലം കൃത്വാ ഗോകർണസമുദൈരയേത് തത് ശേഖാത് ഗതപാപോസോ പ്രവക്തുമുപചക്രമേ. തദോഞ്ജലോ ജലം കൃത്വാ ഗോകർണസമുദൈരയേത് തത് ശേഖാത് ഗതപാപോസോ പ്രവക്തുമുപചക്രമേ. ഓം തത്സത്. അനന്തരം ഗോകർണൻ ജലം കയ്യിലെടുത്ത് ആ പ്രേതത്തെ പ്രോക്ഷണം ചെയ്തു. ആ ജലസ്നാനം ഹേതുവായിട്ട് ആ പാപം നശിച്ച ആ പ്രേതം ഇപ്രകാരം പറയാൻ തുടങ്ങി. അതുവരെ ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ടിരുന്ന, പല രൂപങ്ങളും കാട്ടിക്കൊണ്ടിരുന്ന ആ പ്രേതത്തിനെ ഗോകർണൻ ഒരല്പം ജലം കയ്യിലെടുത്ത് തളിച്ചു. അത്രയ്ക്കും ജ്ഞാനിയും പണ്ഡിതനുമായ ഗോകർണൻ്റെ ആ ജലപ്രോക്ഷണം ഹേതുവായിട്ട് ആ പ്രേതത്തിൻ്റെ പാപം നശിക്കുകയും അത് ഇപ്രകാരം പറയുവാൻ തുടങ്ങുകയും ചെയ്തു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. മഹാന്മാർക്ക് അത്രയ്ക്കും സിദ്ധിയുണ്ട്. അവരുടെ കാലുകളിൽ നിന്നും തെറിച്ച ജലം പോലും പലർക്കും മോക്ഷഹേതുവായിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഗോകർണൻ അല്പം ജലം, ആരാണെന്ന് ഗോകർണന് മനസ്സിലായിട്ടില്ല. ഏതോ ഒരു പ്രേതമാണ്, ശാന്തി ലഭിക്കാതെ അലയുന്ന ഒരു പ്രേതമാണെന്ന് മാത്രമാണ് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ ഒരല്പം ജലമെടുത്ത് ആ പ്രേതത്തിൻ്റെ മേൽ തെളിച്ചു. ആരാണ് എന്താണെന്ന് ആ പ്രേതം പറയുവാനുള്ള ശക്തി ആ ജലം അതിന് ആ പ്രേതത്തിന് നൽകി. പാപം നശിച്ച പ്രേതം ഇപ്രകാരം പറയാൻ തുടങ്ങിയെന്നാണ് പറയുന്നത്. അടുത്ത ശ്ലോകങ്ങളിൽ ആ പ്രേതത്തിൻ്റെ സംഭാഷണം കേൾക്കാം. സൂതനാണ് ഇപ്പോൾ പറഞ്ഞത് ഈ നടന്ന കാര്യം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം ഒരിക്കൽ കൂടി. തദോഞ്ജലോ ജലം കൃത്വാ ഗോകർണം സമുദൈരയേത് തത് ശേഖാത് ഗതപാപോസോ പ്രവക്തുമുപചക്രമേ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ നന്മയും എല്ലാവർക്കും ഉണ്ടാകട്ടെ.